ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. അവിടുത്തെ കരുണയാൽ നമ്മെ നയിക്കുന്ന, പരിപാലിക്കുന്ന അവിടുത്തെ തിരുമുൻപിൽ നമുക്ക് ഒരല്പനേരം നിശബ്ദമായിരിക്കാം. ഇന്ന് ഈശോ നമ്മളോട് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയാണ്. അവിടുന്ന് തൻ്റെ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം നമുക്ക് തന്ന ആ ഒരു വചനം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പണ്ടൊരിക്കല് ഒരു സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞ ഒരു വാക്യം ഓർക്കുകയാണ്. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കൊള്ളുക, പക്ഷേ എവിടെ, ആരുടെ കൂടെ, ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങൾ സ്വർഗപിതാവിൻ്റെ മക്കളാണ്, ഈശോയുടെ സഹോദരങ്ങളാണ് എന്ന് മാത്രം മറക്കരുത് എന്ന്. ഈശോയെ പലരും അവരവരുടെ മനോഭാവത്തിനനുസരിച്ച് സഹോദരനായും ഭർത്താവായും മണവാളനായും ഒക്കെ കാണുമ്പോൾ ഈശോ തൻ്റെ പിതാവിനെ, സ്വർഗീയ പിതാവിനെ നമുക്കും പിതാവായി തന്നു എന്നത് നമുക്ക് മനസ്സിലെപ്പോഴും ഓർമ്മയുണ്ടാവണം. നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരും ഈശോയുടെ സഹോദരങ്ങളുമാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളിൽ വിളിക്കാൻ ഒരപ്പനുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാൻ ഒരു സഹോദരനുണ്ട്, ഒരു രക്ഷകനുണ്ട്. എന്നിട്ടും പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സ് തകർന്നു പോകുന്നു. ഈശോയുടെ മുൻപിൽ ശാന്തമായി ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങളെ ഒന്ന് നമുക്ക് കാണാം. എവിടെയൊക്കെയാണ് നമ്മൾ തോറ്റുപോയത്? ചിലപ്പോൾ പ്രായമായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിലാവാം നമ്മൾ തോറ്റുപോയത്. ചിലപ്പോൾ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ മുമ്പിലായിരിക്കാം ഒരു പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ പൊട്ടിത്തെറിച്ചത്. അതുമല്ലെങ്കിൽ ഹൃദയത്തോളം ചേർത്ത് വെച്ച് ഹൃദയം എന്ന പേരിൽ വിളിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയോടായിരിക്കും നമ്മൾ കോപം കാണിച്ചത് അല്ലെങ്കിൽ മറുതലിച്ചു പറഞ്ഞത്. എന്തുമാവട്ടെ, സ്വർഗീയ പിതാവിൻ്റെ പുത്രനും പുത്രി എന്ന നിലയിൽ നമുക്ക് അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മുടെ സങ്കടങ്ങൾ കൊടുക്കാം. തെറ്റുപറ്റിപ്പോയി തമ്പുരാനെ, സ്വർഗീയ അപ്പച്ച, തെറ്റുപറ്റിപ്പോയി, അങ്ങനെ ആയിരുന്നില്ല ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും അങ്ങനെ സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ അവിടുന്ന് നമ്മുടെ ആ ഒരു അനുഭവം, ആ ഒരു സംഭവം മാത്രമല്ല ക്ഷമിക്കുന്നത്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് മാത്രം അറിയാവുന്ന പാപങ്ങൾ കൂടി അവിടുത്തെ തിരുക്കച്ചയിൽ പൊതിഞ്ഞ് മായ്ച്ചു കളയുകയാണ്. ഈശോ തമ്പുരാൻ്റെയും സ്വർഗീയ അപ്പച്ചൻ്റെയും മുമ്പിൽ ഒരു നല്ല മകളുടെ അല്ലെങ്കിൽ നല്ല മകൻ്റെ മനസ്സോടു കൂടിയായിരുന്നുകൊണ്ട് നമുക്ക് ദൈവം തന്നേക്കുന്ന മാതാപിതാക്കളെ സ്നേഹത്തോടെ പരിപാലിക്കാനും നമുക്ക് ദൈവം തന്ന സഹോദരങ്ങളോട് രമ്യപ്പെടുവാനുമുള്ള ഒരു ദിവസമായിട്ട് ഈ ദിവസത്തെ നമുക്ക് കാണാം. നല്ല ഈശോയുടെ അനുഗ്രഹം, സ്വർഗീയ പിതാവിൻ്റെ കാരുണ്യം സമൃദ്ധമായി നമ്മുടെ മേലുണ്ടാവട്ടെ. ആമേൻ.